നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. ബിൽഡിംഗ് പെർമിറ്റിന്റെ മറവിൽ നഗരസഭാ പരിധിയിൽ വ്യാപകമായി മണ്ണെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കൗൺസിലർ SA ആസാദ്. മണ്ണ് ലോബിക്ക് കുടപിടിക്കുന്ന നയം സ്വീകരിച്ചത് സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കാഞ്ചേരിയിലും മണ്ണ് ലോബി സജീവമാണെന്നും ഇതിന് ഭരണപക്ഷം കൂട്ടുപിടിക്കുകയാണെന്നും വിജിലൻസ് ഇക്കാര്യത്തിൽ നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി നഗരസഭയിൽ ഇന്നലെ ഒരു മിന്നൽ വേഗതയിൽ തൃശ്ശൂരിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വടക്കാഞ്ചേരി നഗരസഭയിലെ കെട്ടിട നിർമ്മാണ രംഗത്ത് മണ്ണെടുപ്പുമായി സംബന്ധിച്ച് ഒരു പരിശോധന നടത്തുകയുണ്ടായി. 5-6 മണിക്കൂറോളം നീണ്ടുനിന്ന പരിശോധനയിൽ 36ഓളം ഫയലുകൾ പരിശോധിക്കുകയും ആ ഫയലുകളുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിന് വേണ്ടി സ്ഥലങ്ങൾ, മണ്ണെടുപ്പിന് അനുമതി നൽകിയ സ്ഥലങ്ങൾ പരിശോധന നടത്തിയതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും നഗരസഭയിൽ ഒരുപാട് ഇത്തരം ബിൽഡിംഗ് പെർമിറ്റിൻ്റെ മറവിൽ ബിൽഡിംഗ് നിർമ്മാണം, വീട് നിർമ്മിക്കുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനും വേണ്ടി അതിൻ്റെ മറവിൽ ദൂരവ്യാപകമായി പ്രത്യാഘാതമുണ്ടാക്കുന്ന തരത്തിൽ പരിസ്ഥിതിയെ അപകടപ്പെടുത്തുന്ന രീതിയിൽ ഈ നഗരസഭയുടെ പല ഭാഗങ്ങളിലും മണ്ണെടുപ്പ് സുഗമമായി 2 വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ തവണത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുണ്ടായിരുന്നുകൊണ്ട് ഇപ്പോൾ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രത്യേകിച്ച് അവരോട് പറയുണ്ടായി, നിങ്ങൾ മണ്ണിൻ്റെ ബിൽഡിംഗ് കെട്ടുന്നതിൻ്റെ പെർമിറ്റ് എടുക്കുമ്പോൾ ആ ബിൽഡിംഗ് പണിതിട്ടുണ്ടോ എന്നൊരു പുനഃപരിശോധന നിങ്ങൾ നടത്തുന്നത് നിങ്ങൾക്കൊക്കെ നല്ലതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. ഇതിനൊക്കെ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനുണ്ടായ സാഹചര്യം സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അതുവരെ ജിയോളജി വിഭാഗം പരിശോധിച്ചിട്ടാണ് മണ്ണ് പെർമിറ്റുകളൊക്കെ കൊടുത്തിരുന്നത്. അത് വളരെ എളുപ്പത്തിൽ സാധാരണക്കാരന് വളരെ സൗകര്യമുണ്ടാക്കി കൊടുക്കുക എന്ന അതിൻ്റെ മറവിൽ കേരളത്തിലെ മണ്ണ് ലോബിക്ക് സഹായകരമാവുന്ന നിലപാട് സ്വീകരിച്ചത് സംസ്ഥാനത്തെ തദ്ദേശഭരണ വകുപ്പിൻ്റെ മന്ത്രി തന്നെയാണ്. അതിന് കുടപിടിച്ചത് അവർ തന്നെയാണ്. അതാണിപ്പോൾ ഉണ്ടായ വീഴ്ച. കഴിഞ്ഞ 2 വർഷക്കാലമായി വടക്കാഞ്ചേരി നഗരസഭയിലും മാത്രമല്ല മറ്റ് പഞ്ചായത്തുകളിലൊക്കെ ഒരു വലിയ ശൃംഖല തന്നെ ഇതിൻ്റെ പിന്നിൽ മറവിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് പരിശോധന നടത്തി 10 സെൻറ്റ് സ്ഥലമുള്ളതിന് മണ്ണെടുക്കുന്നതിന് വളരെ അതിൻ്റെ ലിമിറ്റഡ് ചെയ്ത് മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കാവുന്ന പരിമിതമായ 3000 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾക്ക് അനുമതി കൊടുക്കാൻ മുനിസിപ്പാലിറ്റിക്ക് അധികാരമുള്ളത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് കെട്ടിടങ്ങളെ പല ഘട്ടമായി പെർമിറ്റുകൾ വാങ്ങി ഈ പൂർണ്ണമായും പണി കഴിയാത്ത 2-3 വർഷങ്ങളായി പെർമിറ്റ് വാങ്ങിയ കെട്ടിടങ്ങളൊന്നും തന്നെ മണ്ണെടുത്ത സ്ഥലങ്ങളിൽ പാവപ്പെട്ടവൻ്റെ 2 സെൻറ്റോ 3 സെൻറ്റല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവർക്ക് പാവപ്പെട്ടവർക്ക് മണ്ണ് കൊടുക്കേണ്ടതാണ്, അതിലൊരു തടസ്സങ്ങളില്ല. പക്ഷേ ഇതിൻ്റെ മറവിൽ ഒരു വലിയ ലോബി കേരളത്തിലുണ്ട്. വടക്കാഞ്ചേരി നഗരസഭ സ്ഥിരമായിട്ട് അതിന് കൂട്ടുനിൽക്കുന്നത് ഭരണകക്ഷി തന്നെയാണ്. യാതൊരു സംശയമില്ല. ആ ഭരണകക്ഷിയുടെ കെടുകാര്യസ്ഥിതിയും അവരുടെ സൗകര്യവും അവരുടെ സഹായവും ഇതിൻ്റെ പിന്നിലുള്ളത് കൊണ്ടാണ് ഈ മണ്ണ് ലോബി ഇത്രയ്ക്കും ഈ സ്ഥലങ്ങൾ വെട്ടിമുറിച്ചുകൊണ്ട് മണ്ണെടുക്കാനുണ്ടായ സാഹചര്യം. തീർച്ചയായും വിജിലൻസിൻ്റെ അന്വേഷണം നല്ല രീതിയിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ